ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുംഭമേളയ്ക്ക് കാണാൻ പോയതാണ് കേട്ടോ. നമ്മുടെ അടുത്താണ് തിരുനാവായ, നമ്മുടെ വീട് തിരൂര് ആണ് കേട്ടോ കുംഭമേള കാണാം. അപ്പോൾ തിരുനാവായക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോയതാട്ടാ. അത് അഞ്ചുട്ടിയാണ്. അപ്പോൾ അവൾ തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തത്. നല്ല തിരക്കാണ് മക്കളെ. നമ്മൾ ഇത്രയൊന്നും തിരക്ക് വിചാരിച്ച് പോയതല്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ക്ഷേത്രത്തിലേക്കുള്ള ലൈനാണ് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ പോണ ലൈന് പിന്നെ പുഴയുടെ അങ്ങോട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ഇനി എപ്പോൾ വേണേലും പോകാമല്ലോ, ഇവിടെ അടുത്തുള്ള തന്നെയല്ലേ വിചാരിച്ചിട്ട് നേരെ പുഴയുടെ അങ്ങോട്ട് പാലമുണ്ട്. ഒരു ചെറിയ പാലാണ്. 2 വരി ആളുകൾ മാത്രമേ അതിലൂടെ പോവുള്ളൂ. കുറച്ച് പേരെ മാത്രം കടത്തി വിടുള്ളൂ. അപ്പോൾ നമ്മൾ പുഴയുടെ അങ്ങോട്ടാണ് കേട്ടോ പോണത്. വൈകുന്നേരം നേരത്താണ്. എന്നാൽ നീളാരതി കൂടി കാണാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. നല്ല തിരക്കാണ്. അപ്പം ഞാൻ കണ്ട കാഴ്ചയല്ലേ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും കാണണം. വേറെ വേറെ സ്ഥലങ്ങളിൽ KSRTC ബസ്സിലൊക്കെ ആളുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും അടുത്തുണ്ടായിട്ട് നമ്മൾ പോവാതിരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ്. ദൂരമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആരും കൊണ്ടുപോകാനും ഇല്ല, കൊണ്ടുപോകുമില്ല. പിന്നെ റെസ്ക്യൂ ടീമൊക്കെ ഉണ്ട് കേട്ടോ പുഴയിൽ. ഇതാണ് പാലം. ഈ പാലത്തിൽ കൂടെയാണ് പോണത്. മറ്റേ സൈഡിൽ കൂടെ അതാ തിരിച്ച് വരുന്നുണ്ട്. പാലത്തിൻ്റെ നടുവിൽ മണലായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ, വെള്ളം വറ്റിയിട്ട്. അവിടെ പാലത്തിൻ്റെ അല്ല, പുഴയുടെ നടുവിൽ അവിടെയാണ് നമ്മുടെ ഈ നീളാരതിയും ഒക്കെ സന്യാസിമാർ വന്നിട്ട് വീണതൊക്കെ കേട്ടോ. കണ്ടോ, നല്ല നല്ല കാഴ്ചകൾ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. അടിപൊളിയായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. മോളാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണത്. ആൾക്കാരിങ്ങനെ ബാക്കെന്ന് പറയുന്നുണ്ട് എല്ലാവരോടും ഫോണ് താഴ്ത്തുന്നൊക്കെ. ഇടയിൽ കൂടെ കുറച്ചൊക്കെ എടുത്തതാണ് കേട്ടോ. അധികം ഒന്നും മറ്റുള്ളവരെ ശല്യപ്പെടുത്തരുതല്ലോ എന്ന് വിചാരിച്ചെടുത്തിട്ടില്ല. എന്താ ഇവിടെ കയറി നിന്നിട്ടാണ് അവർ നീളാരതീൻ്റെ പൂജകളൊക്കെ നടത്തുന്നത് കേട്ടോ. നമുക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇവിടെ ഈ മണലിൽ പോയിട്ട് ഇരിക്കുക ചെയ്യണത്. ദൂരെ നിന്ന് കാണാത്തവർക്ക് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പോൾ ആ സ്ക്രീനാണിത്. നല്ല ജനത്തിരക്കാണ്. ആളുകൾ എന്താ പറയുക, കുറേ നേരം വിശ്രമിച്ചിട്ടൊക്കെ പോയാൽ മതി, വയസ്സായ ഒരു ക്ഷീണം തോന്നണവരെന്നൊക്കെ പറയുന്നുണ്ട്. ഇടയിൽ കൂടെ അങ്ങനെ ആംബുലൻസിൽ ആൾക്കാരെ കൊണ്ടുപോകണമൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും എന്തോ ക്ഷീണം പറ്റണവരൊക്കെ എന്നാ തോന്നണത്. ഇതവിടെയാണ് കേട്ടോ അവരുടെ പൂജകളും പ്രാർത്ഥനകളൊക്കെ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. വേഗം എന്താ പറയുക, നല്ല ഇരുട്ടല്ല, നല്ല തിരക്കായ, മക്കളൊക്കെ ചെറുതുള്ളതല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കഴിയാനായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ 8 മണിക്ക് അന്നദാനം കൊടുക്കണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എൻ്റെ കണ്ണേറ്റൊന്ന് വെയ്യട്ടതാണ്, മുഖം ഇങ്ങനെ എന്തോ പോലെ. ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഗൈസ്. കുട്ടികളും അമ്മയും എല്ലാവരും ഉണ്ട്.